ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ പിള്ളേർക്ക് മുട്ടയിടാൻ മടിയുണ്ടായിട്ടതല്ല, ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇട്ട് വയ്ക്കുന്ന മുട്ട നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവരെ അടച്ചിട്ട് മുട്ട ഇട്ടതിന് ശേഷം മാത്രം തുറന്നു വിടുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മുട്ട കളക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ ഉച്ചവരെ ആണെങ്കിലും അടച്ചിട്ടിട്ട് ഇവരിടാനുള്ള മുട്ടകളെല്ലാം പറക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവരെ തുറന്നു വിടാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുട്ടകൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂട്ടിൽ നിന്ന് നമുക്ക് 5 മുട്ട കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ മുട്ടകളെല്ലാം നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഇൻക്യുബേറ്ററിൻ്റെ കാര്യം പറയുമ്പോഴാണ് മെയിനായിട്ടൊരു കാര്യം ഓർത്തത്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം 18-ാം തീയതി വെച്ചിരുന്ന മുട്ടയിൽ നിന്ന് നമുക്ക് ആകപ്പാടെ വിരിഞ്ഞ് കിട്ടിയ ഒരേ ഒരു കുഞ്ഞാണ്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു മാറ്ററാണ് ഇത്. ഇത്രയും മുട്ട വെച്ച് നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും കറണ്ടും ചിലവാക്കി, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ബ്രൂഡറിൽ ഇടാനും ഇത്ര കറണ്ട് ചിലവാക്കിയിട്ട് ഒരു കുഞ്ഞിനെ മാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നഷ്ടം നമുക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇത് എങ്ങനെ മുന്നോട്ട് ബാലൻസ് ചെയ്യുമെന്നുള്ള ഓർത്ത് കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ തോന്നി ഇൻക്യുബേറ്ററിൽ ഓഫ് ചെയ്ത് വെറുതെ ഇരുന്നാലോ എന്ന്. അങ്ങനെ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാവിലെ കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ഇവിടെ ഒരാൾ മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നു, താഴെ അയാൾക്ക് കാവലായിട്ട് മറ്റൊരാൾ ഇരിക്കുന്നു. നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും മെല്ലെ അവൻ സ്കൂട്ടായെങ്കിലും അധികം അടുത്ത് വന്ന് ഡേഞ്ചർ ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ മരത്തിൽ നിന്ന് അനങ്ങൂ എന്നുള്ള രീതിയിൽ ഒറ്റ ലുക്കും തന്നുകൊണ്ട് ഇവളിവിടെ അനങ്ങാതിരിക്കുകയാണ്. ഇവളാണ് നമ്മളെപ്പോഴും പറയാനുള്ള കൂട്ടിൽ കയറാൻ കൂട്ടാക്കാത്ത അഹങ്കാരത്തിൻ്റെ കൊടുമുടിയായ വെളുത്ത പെണ്ണ്. വെളുപ്പായിരുന്നു, ഇപ്പോൾ അവൾ ഈ കളറിലേക്കായി മാറിയതാണ്. അഴുക്ക് കാരണം, കുളിയില്ല, നനയില്ല. അങ്ങനെ എന്തായാലും കുറച്ച് അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവളും അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ മറ്റുള്ളൊരു വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് എന്തായാലും നമ്മൾ ലാസ്റ്റ് സെക്ഷനായിട്ട് കുറച്ച് മുട്ടകൾ, ഏകദേശം 22ഓളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. ഇന്ന് 14-ാം തീയതിയാണ്. ഈ മുട്ടകളും നമുക്ക് ഒരു 50% എങ്കിലും വിരിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം ഒരു പക്ഷേ എന്നേക്കുമായിട്ട് ഇൻക്യുബേറ്റർ ഓപ്പറേഷൻ നിർത്തിയെന്ന് തന്നെ വരും. അങ്ങനെ എന്തായാലും നമ്മൾ മുട്ടകളെല്ലാം എടുത്തു 14 എന്ന ഡേറ്റും മാർക്ക് ചെയ്തു കറക്റ്റായിട്ട് ഇൻക്യുബേറ്ററിൽ വെച്ച് വെള്ളവും ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചതിന് ശേഷം കുറച്ചധികം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മുട്ടയുടെ ഹ്യൂമിഡിറ്റി കൂടി കിട്ടാനാണ്. അതായത് തോടിലൂടെ കുറച്ച് നീരാവി അകത്തേക്കും പുറത്തേക്കും ഒക്കെ സഞ്ചരിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ വളർച്ച പ്രോപ്പർ ആവൂ. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.